കെ മാണി LDF സ്ഥാനാർത്ഥിയാകും. മന്ത്രി റോഷി അഗസ്റ്റിനാണ് അപ്രതീക്ഷിത പ്രഖ്യാപനം നടത്തിയത്. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നും റോഷി പറഞ്ഞു. ഇതോടെ പാലായിൽ പോരു മുറുകുമെന്ന് ഉറപ്പായി. UDF ജാഥയിൽ പങ്കെടുക്കാതെ മാണി സി കാപ്പൻ പാലായിലൂടെ പരദൂഷണം പറഞ്ഞ് നടക്കുകയാണെന്ന് ജോസ് കെ മാണി വിമർശിച്ചു. LDFിന്റെ മധ്യമേഖലാ വികസന മുന്നേറ്റ ജാഥ ഇടുക്കിയിലെത്തിയപ്പോഴാണ് ജാഥ ക്യാപ്റ്റനായ ജോസ് കെ മാണിയോട് പാലായിൽ മത്സരിക്കുമോ എന്ന ചോദ്യം ഉന്നയിച്ചത്. ചോദ്യത്തിൽ നിന്നും ജോസ് കെ മാണി ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചെങ്കിലും തൊട്ടടുത്തിരുന്ന മന്ത്രി റോഷി അഗസ്റ്റിൻ മൈക്ക് വാങ്ങി ആ പ്രഖ്യാപനം നടത്തി. പാലായിൽ ജോസ് തന്നെ. പാർട്ടി തീരുമാനിക്കും ജോസ് കെ മാണി മത്സരിക്കും. പിന്നെ ജോസ് കെ മാണി മത്സരിക്കുന്നതിൽ പ്രത്യേകമായിട്ട് ആലോചനയുടെ കാര്യമുണ്ടോ? അതൊക്കെ പാർട്ടിയുടെ തീരുമാനങ്ങൾ ആ സമയത്ത് പ്രവർത്തിക്കും എന്ന് മാത്രമേ ഉള്ളൂ. പാലായിൽ തന്നെ മത്സരിക്കും. ഇതോടെ പാലായിലെ LDF സ്ഥാനാർത്ഥി സംബന്ധിച്ച അഭ്യൂഹങ്ങൾക്കും തിരശ്ശീല വീഴുകയാണ്. അതേസമയം UDFുമായി ചർച്ച നടത്തിയിട്ടില്ല എന്ന് കുരിശിൽ തൊട്ട് സത്യം ചെയ്യാൻ വെല്ലുവിളിച്ച മാണി സി കാപ്പന് മറുപടി ഇങ്ങനെ: അദ്ദേഹം അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയില്ല എന്നുള്ളത് പറഞ്ഞു. അത് ഏത് MLA ആണെങ്കിലും ഞാൻ അത് ചൂണ്ടിക്കാണിക്കും. അതിന്റെ സബ്ജക്ട് തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നതാണ്. ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾക്ക് മുമ്പ് തന്നെ UDF സ്ഥാനാർത്ഥി മാണി സി കാപ്പനും LDF സ്ഥാനാർത്ഥി ജോസ് കെ മാണിയും തമ്മിലുള്ള വാഗ്വാദങ്ങൾക്ക് ചൂടുപിടിക്കുകയാണ്. റിപ്പോർട്ടർ, ഇടുക്കി.